ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ രാവിലെ തന്നെ ഞാനും അച്ഛനും ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഇന്നൊരു നല്ലൊരു പരിപാടിയാണ് ഗൈസ്. ഇന്ന് ഞാനൊരു ബൈക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രാക്കിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് നോക്കുന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അത് എടുക്കാനായിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ബൈക്കിന് ഒരു 3-4 ദിവസം മുന്നേ. അതെ, അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മയെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് അറിയാം, വണ്ടി നോക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ അഡ്വാൻസ് കൊടുത്ത കാര്യം അല്ലെങ്കിൽ വണ്ടി ഇന്ന് എടുക്കുന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന വണ്ടി ഫ്രഷ് അല്ല, സെക്കൻഡ് വണ്ടി. അതെ അതെ, നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ട്രാക്കിൽ ഓടിക്കുന്നതുകൊണ്ട് അതിന്റെ ആവശ്യമുള്ളൂ. എന്തായാലും വണ്ടി മറിഞ്ഞെല്ലാം വീഴും. ഇപ്പൊ പുതിയ വണ്ടി മേടിച്ചാല് പിന്നെ ചെന്ന് വീടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയായാലും പുതിയ വണ്ടിയാ, നമ്മളതൊരു ഇതായിട്ട് ഓടിക്കും. അല്ല, നമ്മള് പുതിയ വണ്ടി അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ഇനി വീണത് പണിയാവോ ഒരു സംഭവം വരും. ഇത് പിന്നെ കുഴപ്പമില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മേടിക്കുന്നത്, അതിനാണ്. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ ബൈക്ക് ഉണ്ടല്ലോ, വേറെ ബൈക്കിന്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാല്. ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അത്യാവശ്യം എനിക്കതിനോട് ഒരു പാഷൻ വരുന്നുണ്ട് ശരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു ബൈക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം ബൈക്ക് എടുക്കുന്നത്. പിന്നെ അച്ഛനും ഓടിക്കാം, എല്ലാവർക്കും ഓടിച്ച് പഠിക്കാം. അതെ, നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും അല്ലേ. പണ്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു അല്ലേ. നമ്മള് ടിവിയിലും പുതിയൊരു അനുഭവമാണ്. പക്ഷേ ബുള്ളറ്റൊക്കെ ആകുമ്പോ സ്കിഡ് ചെയ്യാനും മറിഞ്ഞു വീണാ പണിയാവും. അതല്ല, വണ്ടിക്ക് വെയിറ്റ് ഉണ്ടല്ലോ. ഇതുവഴി പോയാലോ, വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ബുള്ളറ്റൊക്കെ ആണെങ്കിൽ മറിഞ്ഞു വീണാൽ നമ്മുടെ കാലും കയ്യൊക്കെ ഓടിക്കും. ഇപ്പൊ കേസ് എന്തായാലും അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം വണ്ടി ഏതാണെന്നുള്ളത്. ഓക്കെ, തുണി നോക്കട്ടെ. അച്ഛൻ പൊക്കുന്ന തുണി? അച്ഛൻ വേണം പൊക്കിക്കോ. വേണ്ടേ? പക്ഷേ ഒത്തു പൊക്കായിരുന്നു. പൊക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെടുത്ത വണ്ടി ഇതാണ്, എക്സ്പൾസ് 200 ബ്ലൂ കളറാട്ടോ എടുത്തത്. ഇതും ഉണ്ടായിരുന്നു, പിന്നെ ആ ഒരു റെഡ് കളർ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടി. ഏതാണ്ട് ഒരു 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത് അല്ലേ. പിന്നെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ, ഈ ഒരു ബ്ലൂ കളർ. ഇനി ഇതിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, എന്നാലേ നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിലോട്ട് പോയാലോ? എണ്ണ അടിക്കണം, ഫസ്റ്റ് എണ്ണ അടിക്കാം. അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ബൈ. അച്ഛനെ ക്യാമറയും കൊണ്ട് താഴെ പോ, എന്നിട്ട് ഗേറ്റ് തുറക്ക്. ഞാൻ വണ്ടി കൊണ്ടുവച്ചിട്ട് ഫോൺ അടിക്കാം, അപ്പോഴത്തേനും അമ്മ ഇറങ്ങി വരും. ഓക്കെ, ലെറ്റ്സ് സർപ്രൈസ്. നിന്റെ അമ്മ അറിയാതെ ഫോൺ പിടിച്ചിട്ട് അങ്ങോട്ട് ഗേറ്റ് ഒന്ന് തുറന്നില്ല, എനിക്ക് വണ്ടി ഒന്ന് തുറന്നിട്ടിരുന്നാൽ മതി ഫുള്ള്. താഴോട്ട് പോ പ്ലീസ്. ഓക്കെ, അമ്മ സർപ്രൈസ് ഒന്നും ആകത്തില്ല, നോക്കാം. നോക്ക് വണ്ടി. ഇതെടുക്കാൻ രാവിലെ പോയത്. ഞാൻ പേടിക്കാതെ കാണിക്കാനായിട്ട് കൊണ്ടുവരൂ. കളർ എങ്ങനെയുണ്ട്?
വേണ്ട വേണ്ട. RX കൊടുത്തു കേട്ടോ, RX വിറ്റ്. ഞാൻ കേട്ടായിരുന്നു. കേട്ടാ എന്തൊരു ഇന്നലെ പറയുന്നതാ? എന്നിട്ട് മിണ്ടിയില്ലല്ലേ? രാവിലെ നിങ്ങളുടെ പോകുന്നുണ്ടപ്പോ എനിക്ക് തോന്നി. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ രണ്ടുപേരുടെ ഒരു റൈഡൊക്കെ പോ. അച്ഛാ ആ പോവാം, ഞാൻ ട്രിപ്പ് പോവാം. പൊക്കം ഉണ്ടോ വണ്ടിക്ക്? അവിടെ ഇച്ചിരി പറഞ്ഞു കേട്ടാ. ഇത് ഒരു പോറ്റിയുടെ വണ്ടിയായിരുന്നു, കൊട്ടാരക്കര പോറ്റി കൊണ്ട് പൂച്ചയാ തോന്നുന്നു. പൂച്ചതാ. ഇവിടെയൊക്കെ മറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്പർ പ്ലേറ്റും പോയി കേട്ടാ. ഇത് നമുക്ക് ഇനി വേറെ വെക്കണം. കേറി ഓടിക്കേ. ചുരിദാറൊക്കെ എടുത്തിട്ട് ഓടിച്ചു നോക്ക്. എടുത്ത് ചുരിദാർ ഇട്ടിട്ടോ. എനിക്ക് ഇതൊന്നും വേണ്ട. പിന്നെ ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ ഇവിടെ ഒരു ഞണുക്കുണ്ട്. പോറ്റി ഇതും കൊണ്ട് ഒരു കീച്ചൊക്കെ കീച്ച് കേട്ടോ. എനിക്കൊന്നും പറഞ്ഞാൽ കുളത്തിലാണ്ട് പോയെന്ന് പുള്ളി ഒരു വട്ടം. വേണ്ടേ ഇത് മാറിയേ. ഇവിടെ ഒരു കുഞ്ഞൊരു ഒരു ഞണുക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇത് വീഴും. ട്രിപ്പ് പോവാം നമുക്ക്. ഹിമാലയത്തിൽ പോവാം. അച്ഛാ കുണു മണാണി അതുവഴി ചൈന അങ്ങനെ അങ്ങ് പോവാം. അളിയ വണ്ടി ഇഷ്ടപ്പെട്ട അളിയ? സീരിയസ് ആയിട്ട് അളിയ ഒന്ന് ഓടിച്ചു നോക്ക്. റൈറ്റ് മാൻ കയറി ഒന്ന് ഓടിക്കേ. ഒത്തിരി ദൂരം പോകല്ലേ അളിയ? അതേണ്ടേ അവിടെ പോയി ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇനി പറഞ്ഞേ എൻ്റെ വണ്ടി നശിപ്പിക്കല്ലേ ഇയാള്. നശിപ്പിക്കല്ലേ നശിപ്പിക്കല്ലേ കേട്ടാ? ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു നീലക്കളർ. ടാങ്കൊക്കെ കട്ടി സാധനം കേട്ടോ. ടയറൊക്കെ കണ്ടോ? കാറ്റൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഓടിക്കാം. ആ പിന്നെ ഇതൊക്കെ സെറ്റ് ആക്കൂലേ? വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഫ്യൂൽ ഇഞ്ചക്ടറാ 4V. സ്വിച്ച് എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഓ അടിയളിയാ. ആ ആ അല്ലെ കണ്ണാടി. ഇയാൾ എന്റെ കണ്ണാടിയൊക്കെ ഒടിച്ച് കണ്ടാ. വണ്ടി തന്നപ്പോഴേ നശിപ്പിച്ച് എന്റെ കണ്ണാടിയൊക്കെ പൊട്ടിച്ച്. സൂക്ഷിച്ചു വേണം കേട്ടോ. ആ നല്ല വണ്ടിയല്ലേ? പുതിയ കണക്ക് തന്നെ ഇരിക്കുന്ന കളറൊക്കെ. അളിയ ഒരു അഭിപ്രായം? ഇല്ല ഇത് എനിക്ക് ഇനി ഓടിക്കാൻ തരത്തില്ല. ഇയാൾ ഒരു വട്ടം ഓടിച്ച് എന്റെ ഗ്ലാസ് ഊരി ഇനി തരത്തില്ല. അച്ഛാ കാണിച്ച ഞാൻ ഇന്ന് പെരക്കകത്ത് ഒന്ന് വെച്ചിട്ട് പെരക്കകത്ത് ആദ്യമൊന്ന് പിടിച്ചാളിയാ. ഞാൻ ഇച്ചിരി പരിപാടി എനിക്കല്ലോ. മാറി ഇന്ന് അവിടുന്ന് ഫ്രണ്ട് നോക്കി അങ്ങോട്ടാ വരുന്ന ആദ്യം. അങ്ങനെ വീടിയതില്ല. ഫ്രണ്ട് കൊണ്ടാ പൊട്ടിയ ഞാൻ മാറി തരാം. തുറന്ന് ആരും സഹായിക്കാൻ പോലെ ഇതിനൊരു ഫോട്ടോ എടുത്താൽ അമ്മ കാലത്തൂല്ലേ? പൊക്കം ഉണ്ടല്ലേ? നല്ല പൊക്കമുണ്ട്. സ്റ്റാർട്ട് സ്റ്റാൻഡേർഡ് അത് പാടാ അപ്പുറത്തോട്ട് പോകും. സ്റ്റാർട്ട് ചെയ്യുമാ. സ്റ്റാർട്ട് ചെയ്യ. അച്ഛൻ ഒന്ന് പിടിച്ചോ ബാക്കില്. ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത്. അമ്മ ഓടിക്കൊക്കെ ചെയ്യും, ബൈക്കൊക്കെ ഓടിക്കും. ഓടിക്ക് ഓടിക്ക് ഓടിക്ക്. ആ ഓട്ടെ. ആ കാലൊക്കെ
മാറാ പാപ്പി സമരം ഇരിക്കുന്നു. മാറാ പന്ന മാറാ. അമ്മച്ചി ഓട്ടിച്ചിട്ട് വണ്ടി വാ വാ. ആ മാറിക്കോളൂ. ഹാപ്പി സമരം ഇരിക്കുന്നു ഫ്രണ്ടില്. നീ ഓടിക്കേണ്ടത് എങ്ങനെ? ആ വെരി ഗുഡ് വെരി ഗുഡ്. ക്ലച്ച് പിടിച്ചോ, ബ്രേക്ക് പിടിച്ചോ. ഓ പോയാ കിണറ്റി. ഇച്ചിരി ഓടിക്ക് ഇച്ചിരി സ്ഥലം വേണം. ആ ബ്രേക്ക് ബ്രേക്ക് പിടി. ഷൂട്ടാത്തുമായിരിക്കും. സൈഡ് സ്റ്റാൻഡൊക്കെ ഇട്ടിട്ട് ഇറങ്ങണം കേട്ടോ. എടേ സ്റ്റാൻഡ് ഇട്ടിട്ട് ഇറങ്ങ്. അത് എത്തണ്ടേ? അച്ഛ ഇപ്പൊ കിണറ്റി ഇറക്കും. അച്ഛ കിണറ്റി ഇറക്കും. മറ്റേ മരണക്കിണറൊന്ന് കാണിച്ചു തരാമോ? അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ഒരു വ്ളോഗ് ആക്കായിരുന്നു. വയസ്സാകാലത്ത് ആ പൊക്ക്. ഇത് എനിക്കിപ്പോ എനിക്കല്ല അച്ഛനും വിനയാവും. ആ സൂപ്പർ സൂപ്പർ. ആ ബാക്ക് നോക്കിയത് പൊളിച്ച് അടിപൊളിയായിരുന്നല്ലേ? ആ വണ്ടി കണ്ട കൊള്ളാവോ? അമ്മ ഓടിച്ചൊക്കെ നോക്കി. കിണറ്റി വീഴാഞ്ഞ ഭാഗ്യം. ആന്ന് പിടിച്ചോണ്ട് നിന്ന്. ആ വലിയ സൗണ്ട് ഒന്നും ഇല്ല. സൗണ്ടൊക്കെ കുറവാ വണ്ടിക്ക്. സൗണ്ട് വേണേ ഉണ്ടാക്കാം. ഇല്ലേ സൗണ്ട് ഉണ്ടാക്കണ്ട. ആ ഇത്ര സൗണ്ട് മതി. ടീഷർട്ട് ഞാൻ പോയി താടി മുടിയൊക്കെ വെട്ടിയേക്കും. എന്തൊരു നേരത്തെ ലുക്കില്ലായിരുന്നോ? ഇത് നമുക്ക് നീല കളർ വണ്ടി നമ്മക്കില്ല. ആ എടേ പെണ്ണെത്തിയടേ. പെണ്ണെത്തി ഒരു കട്ടൻ കുടിക്കാം. ചുക്കാണോ? ബ്രൂ. വലിയ മധുരം ഇല്ലല്ലേ? നല്ല മധുരമുണ്ട്. ഇവിടെ ഒന്നും അല്ലടാ ഈ മധുരം. കരോളുടെ ഡ്രസ് ഇട്ട് വെക്കണ കേട്ടാ. ഇത് കൊറേ നാളായെന്ന് തോന്നുന്നു. മുഖം അല്ലാതിരിക്കുന്നത്. പേടിച്ചോ അല്ലേ? ചേരുന്നുണ്ട്. കണ്ണും കണ്ണും കാത്തിരുന്നു പണ്ടൊരു പൈതലിനായി, കാതോട് കാതോട് ചേർന്നിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വിശേഷം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മെയിനായിട്ട് വണ്ടീന്റെ ടയർ കാര്യങ്ങളൊക്കെ മാറണം. അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യും. അപ്പൊ അതാണ് വണ്ടി എടുത്ത ആ ഒരു വിശേഷം. വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.